അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിലെ മനോഹരമായ കാഴ്ചകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ രാത്രി ഏറെ വൈകി, സമയം ഒത്തിരി വൈകിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ മറ്റേ ബൈപ്പാസിൽ കൂടെയല്ല പോണത്, വേറെ റോഡിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പോണത്. യാത്ര ഈ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് ഏതാണ് സ്ഥലം എന്താണെന്നുള്ളത്. അപ്പോൾ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. അതും മിഡ് നൈറ്റ് ആയതുകൊണ്ട് ഒന്നും കൂടി പറയാം, വാഹനങ്ങളുടെ തിരക്കോ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് സമാധാനപരമായിട്ട് നമുക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിമനോഹരമായ കാര്യങ്ങൾ, നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര. എവിടെയും പഴയ പോലെ ബ്ലോക്കോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നല്ല രസകരമായ സ്ഥലങ്ങളും നല്ല മനോഹരമായ പാലങ്ങളും അതിശയിപ്പിക്കുന്ന ഓരോരോ കാഴ്ചകളും അത്രയും വളരെയധികം മനോഹരമായ ഓരോരോ പരിപാടികളും നമ്മൾ ഒത്തിരി കണ്ടു. അത് നിങ്ങളൊക്കെ എത്തിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രേ നമുക്ക് ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പറ്റത്തില്ല. പിന്നെ ടൗണിലൊക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യാൻ. അതാണ് അവിടുത്തെ കാര്യങ്ങൾ, കാഴ്ചപ്പാടും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയായി തീരട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ മനോഹരമായ രസകരമായ വീഡിയോകൾ, രസകരമായ കമൻറ്റുകൾ, രസകരമായ ഓരോ പ്രവർത്തികൾ എല്ലാം നമ്മൾ ഓൺ ദ വേയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഉപകാരമായിരിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ഏകദേശം ചില ആളുകൾക്കൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റോഡ് പണിയാണ്, വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. റോഡിൻ്റെ ഒരു വശമൊക്കെ മറ്റേ പൊളിച്ചും തകർന്നും ഒക്കെ ഇട്ടിരിക്കുകയാണ്. എന്താ ചെയ്യാലേ, കാര്യമില്ല. വികസനത്തിൻ്റെ ഓരോരോ പരിപാടികളല്ലേ. അപ്പോൾ ഇതുപോലെ മനോഹരമായി യാത്ര ചെയ്യാമല്ലോ. ഇതിനേക്കാളും മനോഹരമായി യാത്ര ചെയ്യാം. റോഡ് വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റോഡ് വീതി കൂട്ടുന്നത് നല്ലത് തന്നെയാണ്. വാഹനങ്ങൾ കൂടുന്തോറും റോഡിൻ്റെ അകലങ്ങളും അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം. തമിഴ്നാട്ടിൽ ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ലോറി വരുന്നു. ഡിമ്മൊന്നും അടിക്കില്ല ആശാൻ, അതങ്ങനെയാണ്. നമ്മൾ അടിച്ചു കൊടുത്താലും പുള്ളി അടിക്കത്തില്ല. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കാര്യമാക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് സേഫ്റ്റി ആയിട്ട് പോവുക. ഇതൊരു സ്കൂൾ സോണാണ്, അതുകൊണ്ടാണ് ഇതായി ഹമ്പിട്ട് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു സ്കൂൾ സോൺ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകൾ. വിശാലമായ റോഡ്, കണ്ണെത്തും ദൂരം വരെയും റോഡാണ്. അത്രയും അടിപൊളിയാണ്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇതാ ലെഫ്റ്റ് സൈഡ് വലിയ പൈപ്പിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ പരിപാടി, അവർ ഓയിൽ പൈപ്പാണെന്നൊക്കെയാണ് നമ്മൾക്ക് തോന്നണത്. ഓയിലാണെന്ന് അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, ജസ്റ്റ് തോന്നൽ മാത്രം. അപ്പോൾ നല്ല മനോഹരമായ റോഡ്, കുണ്ടും കുഴിയൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട കാര്യങ്ങൾ. കണ്ടില്ലേ, കണ്ണെത്താ ദൂരം വരെ ലൈറ്റ് അടിക്കുന്ന അത്രയും ഡിസ്റ്റൻസിലും നല്ല റോഡാണ്. പിന്നെ നമ്മൾ മറ്റേ അഡീഷണൽ ലൈറ്റോ കാര്യങ്ങളൊന്നും കയറ്റിയില്ല. കമ്പനി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ ലൈറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം നമ്മുടെ ഇത് മാത്രം നോക്കിയാൽ പോരാലോ, മറ്റ് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ഒരു സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് കമ്പനി എന്താണോ തരുന്നത് അതായിരിക്കും നമ്മൾ എന്നും ഉപയോഗിക്കുക, അതിനപ്പുറത്തേക്കില്ല. അപ്പം ഇങ്ങനെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാകും. ഇത് ഏതാണ് റൂട്ട്, ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്, എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ പിന്നെയും ബോർഡോ അയ്യോ അത് നേരെ കാണാൻ പറ്റുന്നില്ല തോന്നുന്നു. അത്രയ്ക്കുള്ള ക്യാമറ ക്വാളിറ്റി ഒന്നും നമ്മുടെ ഇല്ല. അതൊക്കെ വഴിയെ നിങ്ങളൊക്കെ ഒന്ന് അനുഗ്രഹിച്ചാൽ നമ്മൾക്ക് വഴിയെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ തുടക്കങ്ങളല്ലേ, നമ്മളിങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. ഇപ്പോൾ തുടക്കമായതുകൊണ്ട്, അപ്പോൾ യാത്രയായതുകൊണ്ട് അധികം അങ്ങോട്ട് നമുക്ക് ഫേസ് കാണിക്കാനോ അതൊന്നും നടപടിയാകാത്ത കേസാണ്. അപ്പോൾ നല്ല രസകരമായ അടിപൊളി വീഡിയോകളായിക്കോട്ടെ.
നിങ്ങൾക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെ 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 സന്തോഷം തോന്നുന്നത് എനിക്ക് ഓരോ നിമിഷവും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ എല്ലാ என்ன சொல்கிறது தமிழில் சொல்கிற மாதிரி நண்பா நண்பி எல்லாருமே സപ്പോർട്ട് பண்ணுங்கோ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നമ്മുടെ എല്ലാ താരങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ താരങ്ങളും എല്ലാവരും നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഇനി രസകരമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ എന്താ പറയുക സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഇത് ഒരു നല്ലൊരു കാട്, പന, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും പനകളൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് നല്ല റോഡാണ്. ഓപ്പോസിറ്റ് വണ്ടികളോ മുമ്പിൽ വണ്ടികളോ പുറകിൽ വണ്ടികളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് നല്ല കൗതുക കാഴ്ചകളാണ് ഈ പാതിരാത്രി നമുക്ക് സമ്മാനിക്കുന്നത്. നല്ല രസം, അടിപൊളി. ഓരോരോ വളവുകളും നല്ല മനോഹരമായിട്ടാണ് നമ്മൾ വളച്ചൊടിച്ച് പോകുന്നത്. അധികം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. രാത്രി ആയതുകൊണ്ട് ഒരു ലെവലിന് പതുക്കെ പോകും. അതേ നിൽക്കണം നമ്മുടെ ഒരു വില്ലൻ ബോസ് കണ്ട അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കൊന്ന് സിഗ്നൽ കൊടുത്തതാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. രാത്രി ഹോൺ അടിച്ചത് കൊണ്ട് പുള്ളി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊരു സിഗ്നൽ കൊടുത്താണ് നമ്മൾ. അപ്പോൾ അതേ ഓപ്പോസിറ്റ് ഒരു വണ്ടി എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഡിവൈഡർ ഉണ്ട്. അപ്പോൾ ഇത്തിരി സ്ലോ ആക്കിയിട്ട് വേണം ഇവിടെയൊക്കെ പോകാൻ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വീണ്ടും പറയണം, നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ ഇനിയും ഒത്തിരി വീഡിയോകളും ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഓരോരോ നിമിഷങ്ങളും നമ്മൾക്കാകട്ടെ. എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാത്രി 1 മണി കഴിഞ്ഞു. ഈ 1 മണിയായാണ് സമയം. 1 മണി കഴിഞ്ഞ സമയത്തും നമ്മൾ ഈ കമൻറ്റും പറഞ്ഞ് ഈ യാത്ര ആസ്വദിച്ച് പോകുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഇതുപോലെ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്കായിട്ട് സമ്മാനിക്കുകയാണ് ഞാൻ ഈ യാത്രാ വീഡിയോ. പിന്നെ കോയമ്പത്തൂർ പോയപ്പോൾ ഒരുപാട് പൊടിപടലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് വലിയ ക്ലിയർ ഇല്ല, നമുക്ക് കാണാൻ പറ്റുന്നത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഏക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പാലക്കാട് നിന്ന് പോകുമ്പോൾ മധുക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വണ്ടികളൊക്കെ പല വഴിക്കും തിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് കൃത്യമായി പോകാൻ അറിയണം. പോകുന്നതൊരു വഴി, വരുന്നതൊരു വഴിയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ നാട്ടിലുള്ളവർ വരാൻ. യാത്രകൾ ഒരല്പം എയർപോർട്ടോ കാര്യങ്ങളാണെങ്കിൽ ഒരു അല്പം സമയം നേരത്തെ ഇറങ്ങണം. എന്താ വെച്ചാൽ LND ബൈപ്പാസ് കാര്യങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ഇതേ ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവരെന്തായാലും നമ്മളെ തടുക്കും, വണ്ടി ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ ഇവിടുന്ന് പറഞ്ഞയച്ച് വിടുകയുള്ളൂ. അത് ഗ്യാരണ്ടിയാണ്. ഇപ്പം തന്നെ ടോർച്ച് അടിക്കാം, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, ടോർച്ച് അടിക്കും. അപ്പം ഞാൻ തൽക്കാലം നമ്മൾ വീഡിയോ എടുത്തിരുന്നില്ല, വീഡിയോ പുഷ് ചെയ്യണം. അടുത്തതിൽ നമുക്ക് വീണ്ടും ഓപ്പൺ ആക്കണതായിരിക്കും. കണ്ടില്ലേ സ്ഥലം?